ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള കളിയാണ് ഇയാളുടെ മെയിൻ പരിപാടി. അതാണല്ലോ ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും. ഇനി പെണ്ണിനുമ്മ തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് കല്ലുമ്മ തൊടുന്ന മാതിരിയാണ് എന്നൊക്കെ മുരീദ് പറഞ്ഞു വെക്കാനൊക്കെ കാര്യം. ഇതൊന്നും കൂടാതെ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുവള്ളിയിലുള്ള റാഫി കൊടുവള്ളി എന്ന് പറയും. മൂപ്പര് നമ്മുടെ നേതൃത്വമൊക്കെ പറയുന്നതിന്റെ മുമ്പ് തന്നെ ഈ കോമാട്ടുചാൽ അബ്ദുള്ളയിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. ഞാൻ ചോദിച്ചു കാരണം എന്താ? മൂപ്പരെ വീടിന്റെ തൊട്ടടുത്ത് ഒരു മജ്ലിസ് നടന്നിരുന്നു അത്രേ. അപ്പോൾ മൂപ്പര് ലൈറ്റ് ഓഫ് ആക്കിയാണ്ടുള്ള കളികളാണ് മൊത്തം. മൂപ്പര് പറഞ്ഞു എന്നെ നിങ്ങൾ ഇനി ഇടക്കൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലൽ നിർത്തരുത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് മൂപ്പരെ കാണുന്നില്ല. ഇവനാണെങ്കിൽ ഒരു അർജന്റ് കോൾ വന്ന് പുറത്ത് വീടിന്റെ പുറകുവശത്തു കൂടി പുറത്തിറങ്ങി നോക്കുമ്പോൾ അയാളുണ്ട് ഈ വാഴക്കുടുമ്പിൽ വിളിച്ചിരിക്കുന്നത്. വേറെയുള്ളവരൊക്കെ എല്ലാവരും ചെല്ലുകയാണല്ലോ, എല്ലാവരും ഇപ്പൊ ഈ തൊടിയിൽ ഇറങ്ങി നോക്കുന്നില്ലല്ലോ. അപ്പൊ ഇവനൊരു അർജന്റ് കോൾ വന്നപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇയാൾ വാഴക്കുടുമ്പിൽ വിളിച്ചിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് ഇവൻ അയാളെ നിരീക്ഷിക്കുക. അയാൾ നേരെ കയറി വന്നിട്ട് പറയണ്, എന്നെ ബഗ്ദാദിൽ നിന്ന് വിളിച്ചിരുന്നു, ഞാൻ അവിടുത്തെ ഹദ്റത്തിലൊന്ന് പോയിന്ന്, അത് കഴിഞ്ഞിട്ട് റൗലയിലും പോയതുകൊണ്ടാണ് കുറച്ച് നേരം വൈകി വന്നത്. പറയാ അന്ന് മനസ്സിലായി ഈ ചെങ്ങായിന്റെ ഫ്രോഡത്തര എനിക്ക് മനസ്സിലായി. പച്ച പുള്ളു പറയാൻ ഒരു നാണുമാനും ഇല്ലാത്തവനാണ് എന്ന് മനസ്സിലായതോടുകൂടി ഞാൻ അന്ന് നിർത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ശേഷമാണ് നമ്മളെ നേതൃത്വത്തിന്റെ നിർദ്ദേശം വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് ശരി, കുരുവട്ടൂരുകൾക്ക് ആദർശില്ലല്ലേ? അല്ല, നിങ്ങൾക്ക് ആദർശമില്ലല്ലോ. ആദർശമുള്ള ആളുകളോട് ആദർശം സംസാരിച്ചിട്ട് കാര്യമല്ലോ. നിങ്ങൾക്ക് ആദർശമില്ലല്ലോ. അപ്പൊ കുരുവട്ടൂരുകൾക്ക് ആദർശമില്ലാത്തോണ്ടാണ് ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്തു കിട്ടുന്നത് അല്ലേ? ചെങ്ങായി, ആദർശം സംസാരിക്കാൻ നിങ്ങൾക്ക് ആദർശം ഇല്ലല്ലോ. ഹക്കീമ ആദർശം ഇല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞാ പോരെ? ഇന്നലെ അല്ല ഹക്കീമ, ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയ അല്ല നിനക്കൊരു മരണം വേണ്ടേ? നിനക്ക് മരണം വേണ്ടേ? നീ അങ്ങനെ കോമാട്ടുകാരിൽ അബ്ദുൽ എന്ന കാട്ടുകള്ളന്റെ കൂടെ കൂടി നിനക്ക് മരിക്കണ്ടേ? നീ ആദർശം ഇല്ലെങ്കിൽ അത് പറ. നിനക്ക് ആദർശം ഇല്ലെങ്കിൽ അത് പറ. ആദർശം ഇല്ലെങ്കിൽ അത് പറയണം. അല്ലാണ്ട് തോന്നിയാസം കളിക്കലല്ല. നീ ഒരു മൊയിലിയാറില്ലടാ. ആദർശം ഇല്ലെങ്കിൽ അത് പറ. കുരുവട്ടൂരികൾക്ക് ആദർശം ഇല്ലെങ്കിൽ ആദർശം ഇല്ല എന്ന് പറ. കുരുവട്ടൂരികൾക്ക് ആദർശമില്ലെങ്കിൽ ആദർശമില്ല എന്ന് പറ. വഹാബിയായ ഹനീഫ കാക്കടി പഠിപ്പിച്ച ആദർശാണ് കുരുവട്ടൂരികൾക്കുള്ളെങ്കിൽ അത് പറ. ഹനീഫ കാക്കടി പഠിപ്പിച്ച ആദർശാണ് കുരുവട്ടൂരികൾക്കുള്ളത് എങ്കിൽ അത് പറയൂ. ഹനീഫ കാക്കടി പഠിപ്പിച്ച ആദർശമാണ് കുരുവട്ടൂരികൾക്കുള്ളതെങ്കിൽ അത് പറ. അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ. എല്ലാം നിങ്ങൾ ഇങ്ങനെ തോന്നിയാസം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കുരുവട്ടൂരികളെ ഒരുത്തം പോയി ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് തോന്നിയാസം കളിക്കാം. അല്ല, ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് മദാമമാരുടെ നെഞ്ചത്ത് കിടക്കലല്ല ആദർശം. ഓളെ നൃത്തം കാണലല്ല ആദർശം. ഓളെ നഗ്നമേനി കാണലല്ല ആദർശം. ഓന്റെ ഭാര്യന്റെ അവറത്ത് കാണിച്ച് അടുക്കലല്ല ആദർശം. അതാണോ ആദർശം? എന്ത് ഷെയ്ഖാ? ഷെയ്ഖാണെങ്കിൽ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് പാന്റും ട്രൗസർ ഇട്ടിട്ട് മദാമമാരുടെ നഗ്നമേനി കാണുക, അവരുടെ നൃത്തം കാണുക, ഓന്റെ ഭാര്യന്റെ അവറത്ത് കാണിച്ച് നടക്കുക. എന്ത് തോന്നിയാസവും ചെയ്യുന്നത്? കാൽപട്ടണത്തുള്ള ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചില്ലോര്. കാൽപട്ടണത്തുള്ള ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചില്ലോര്. എന്ത് തോന്നിയാസവും ചെയ്യുന്നത്? 2 മക്കളുള്ള ഒരു മാതാവിനല്ലോ വഞ്ചിച്ച് അല്ലേ? എന്ത് തോന്നിയാസവും കൂട്ടുന്നത്? എന്നിട്ട് ഔലിയ പാപ്പാന്നും പറഞ്ഞ് നടക്കുക. ലോകം നിയന്ത്രിക്കുന്നവനാന്ന് പറയാ. എന്താണോ ഇതല്ലോ? ലോകം നിയന്ത്രിക്കുന്നവന് കണ്ട പെണ്ണുങ്ങളെ പിടിച്ചു നടക്കല, മദാമമാരുടെ ഡാൻസ് കാണാൻ പോല, ഗ്ലോബൽ വില്ലേജിൽ പോരാ, ഹറാമായ പ്രവർത്തനം ചെയ്യല. ഇതാണോ ഷെയ്ഖ്? ഇതാണോ വലിയ? ലോകം നിയന്ത്രിക്കുന്നവന്റെ പണി ഇതാണോ? കണ്ട മദാമമാരുടെ ഡാൻസ് കാണാൻ പോലാണോ? കണ്ട മദാമമാരുടെ ഡാൻസ് കാണാൻ പോലാണോ? ഇതാണോ ആദർശം? ഇതാണോ ആദർശം? പറ. ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് മദാമമാരുടെ നഗ്നമേനി കണ്ട് സ്വന്തം പെണ്ണിന്റെ അവരത്ത് മറക്കാതെ തോന്നിവാസം ചെയ്യലാണോ ആദർശം? നീ പറ മറുപടി ഹക്കീമ പറ. അല്ലാണ്ട് ഗ്രൂപ്പിൽ തോന്നിയാസം കാണിക്കലില്ല. ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത്. ഗ്രൂപ്പിൽ തോന്നിയാസം കാണിക്കലില്ല. ഗ്രൂപ്പിൽ കുറെ സ്റ്റിക്കർ കൊണ്ടിട്ട് തോന്നിയാസം കാണിച്ചുകൊണ്ട് രക്ഷപ്പെടുക. അല്ല, ഗ്രൂപ്പിൽ കുറെ സ്റ്റിക്കർ കൊണ്ടിട്ട് തോന്നിയാസം കാണിച്ചുകൊണ്ട് ഞങ്ങളെ ചോദ്യത്തിൽ നിന്ന് മാറാൻ കഴിയോ? നിനക്ക്
പറഞ്ഞി എടാ ചങ്ങായി, ഞങ്ങളെ ചോദ്യത്തിൽ നിന്ന് മാറാൻ കഴിയോ? ഞങ്ങളെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ സ്റ്റിക്കർ ഇട്ടാല് ഗ്ലോബൽ വില്ലേജിൽ പോയി കോമാട്ടുകാലിൽ അബ്ദുള്ള ചെയ്ത തോന്നിവാസം ഇല്ലാതാവുക. ആ ഗ്ലോബൽ വില്ലേജ് എടാ ഹക്കീമെ, നീ ഗ്രൂപ്പില് സ്റ്റിക്കർ ഇട്ട് നോക്കിച്ചോണ്ട് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് മദാമമാരുടെ നഗ്നമേനി കണ്ടു, ഓന്റെ പെണ്ണിന്റെ ഔറത്ത് കാണിച്ചു. ആ ഔറത്ത് കാണിച്ച് നടന്നത് ഇല്ലാതാവുക. പറ നീ മറുപടി, നീ മറുപടി പറ. കുടുംബത്തോടു കൂടി ഔറത്തും മറക്കാതെ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് മദാമമാരുടെ നഗ്നമേനി കണ്ടത് ചോദ്യം ചെയ്താല്, അവരുടെ നൃത്തം കണ്ടത് ചോദ്യം ചെയ്താല് അതിന് സ്റ്റിക്കർ ഇട്ട പരിഹാരമാവോ? സ്റ്റിക്കർ ഇട്ട ഓൻ ചെയ്ത തെമ്മാടിത്തരം ഇല്ലാണ്ടാവുക. കോമാട്ടുകാലിൽ അബ്ദുള്ള ചെയ്ത തെമ്മാടിത്തരം നീ സ്റ്റിക്കർ ഇട്ട ഇല്ലാണ്ടാവുക. കോമാട്ടുകാലിൽ അബ്ദുള്ള ചെയ്ത തെമ്മാടിത്തരം, ആ കാട്ടുകള്ളം ചെയ്ത തെമ്മാടിത്തരം നീ സ്റ്റിക്കർ ഇട്ട ഇല്ലാണ്ടാവുക. ഹക്കീമെ പറ, നീ എന്താ മറുപടി പറയാത്ത? നീ മറുപടിയാ വേണ്ടത്. അല്ല സ്റ്റിക്കർ ഇട്ടിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ സ്റ്റിക്കർ ഇട്ടിട്ട് തോന്നിയാസം കളിച്ചാല് ചോദ്യങ്ങൾക്ക് മറുപടി ആവുക? നീ പറ, ചോദ്യങ്ങൾക്ക് മറുപടി ആവുക? എന്താ നീ മനസ്സിലാക്കാത്ത? ആൺകുട്ടികളെ പോലെ ആദർശം ഉണ്ടെങ്കിൽ അത് തുറന്നു പറ. എന്ത് ആദർശങ്ങളെ കയ്യിലുള്ളത് ജനങ്ങളൊന്ന് അറിയട്ടെ. എന്ത് ആദർശാണ്? ഗ്ലോബൽ വില്ലേജ് ആദർശാണെങ്കിൽ ആ ആദർശം പറയാ. കാൽപട്ടണത്തുള്ള രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയെ വഞ്ചിച്ച ആദർശാണെങ്കിൽ അത് പറയാം. എന്ത് ആദർശമാണ് നിങ്ങൾക്കുള്ളത് ജനങ്ങൾക്ക് അറിയട്ടെ. അതല്ലേ ഞങ്ങൾ അവസരം തന്നത്, ആ അവസരം ഉപയോഗപ്പെടുത്താതെ കുറെ സ്റ്റിക്കർ ഇട്ടുകൊണ്ട് കാര്യമുണ്ടോ ഹക്കീമെ? നീ പറ ഹക്കീമെ, മറുപടി പറ ഹക്കീമെ. അല്ലാതെ മൊയ്യാർ അത് പറഞ്ഞ് നടന്നതിനെ കൊണ്ടൊന്നും കാര്യമില്ല ഹക്കീമെ. നിന്റെ ആ കള്ളത്തലയെക്കെട്ടല് വലിച്ചെറിയ ഹക്കീമെ, കേട്ടോ ഹക്കീമെ? കള്ളത്തലയെക്കെട്ടല് വലിച്ചെറിയ ഹക്കീമെ. എന്താ കുരുവട്ടൂരി ഹക്കീമെ? ഈ ഹാഫിൽ കള്ളനല്ലേ, ഓൻ കാട്ടുകള്ളനല്ലേ? ഓൻ ചെയ്യുന്ന തെമ്മാടിത്തരം ഇന്ന് ലോകത്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? കാട്ടുകള്ളനായ ഒരു ആപ്പിൾ എന്നും പറഞ്ഞ് നടക്കുക. ഒരാപ്പിൾ അത് ആരാ പറഞ്ഞത്? ഓൻ എവിടുന്ന ഹാഫിലായത്? പറ മറുപടി. ഓൻ എവിടുന്ന ഹാഫിലായത്? എങ്ങനെ തെറി പറഞ്ഞാല് അതിനുള്ള മറുപടി ആവുക? തെറി പറഞ്ഞാൽ മറുപടി ആവുക? തെറി പറഞ്ഞാൽ മറുപടി ആവുക ഹക്കീമെ? പറ ഹക്കീമെ. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക. എന്താ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ചേഴവും തരവും പറയും ഇതിനൊക്കെ. ഇദ്ദേഹം വായിച്ച ഇബാറത്തിൽ 34 മുടി എന്നാ പറയുന്നത്. അതിൽ ശരിക്കുള്ളത് സലാസും പറബാവിന 43. അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞോടത്ത് പേച്ചിട്ടുണ്ട് തിരുത്തിക്കാളിയിൽ. അപ്പൊ മൂപ്പരെന്താ എന്നോട് പറഞ്ഞറിയോ? അവിടെ കെടുക്കട്ടത് വരുമ്പോ നോക്കാം. ഇപ്പോഴും തിരുത്തിയിട്ടില്ലത്. പിന്നെ ഓരോരുത്തരെ വന്ന് മൂപ്പരെങ്ങനെ എണ്ണം പഠിപ്പിച്ചു. വാഹിദ്, ഇസ്നാനി, ഇത് പഠിപ്പിച്ചപ്പോ പേപ്പട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അത് കിബിറ് കൊണ്ട് തിരുത്താതിരുന്നതാ. ആ അബദ്ധം ഇപ്പോഴും സീഡിയിലതാ കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 34 മുടി കുസ്തുന്തിനിയയിൽ ഉണ്ട്. അവിടെയുള്ള മുടി 34 ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം വ്യാജം 35 എന്ന് പറഞ്ഞു. പിന്നെ ആ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. പണ്ട് ഇവർ ആഘോഷിച്ചല്ലോ ഇത് പേരോട് ഉസ്താദ് 43 എന്ന് പറയേണ്ടിടത്ത് 34 എന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു പിഴവാണ്. അത് പിന്നെ ഉസ്താദ് തന്നെ തിരുത്തുകയും ചെയ്തു. അതിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല. നുണ പറയുമ്പോ രണ്ടാവും. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയുമ്പോ ഓർക്കണം. അവിടെ കെടുക്കട്ടത് വരുമ്പോ നോക്കാം. ഇപ്പോഴും തിരുത്തിയിട്ടില്ലത്. പിന്നെ ഓരോ വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം വ്യാജം 35 എന്ന് പറഞ്ഞു. പിന്നെ ആ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. കെടുക്കട്ടത് വരുമ്പോ നോക്കാം. ഇപ്പോഴും തിരുത്തിയിട്ടില്ലത്. പിന്നെ ഓരോരുത്തർ അതൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു പിഴവാണ്. അത് പിന്നെ ഉസ്താദ് തന്നെ തിരുത്തുകയും ചെയ്തു. അതിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല.
ഇപ്പോഴും തിരുത്തിയിട്ടില്ലത്. പിന്നെ ഉസ്താദ് എന്നെ തിരുത്തുകയും ചെയ്തു. അതിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല. പച്ചക്കളവല്ലേ ഇത്? കള്ളത്തരം ആര് പറഞ്ഞാലും കള്ളത്തരാണ്. വലിയ ആളാണ് ചെറിയ ആളാണ് എന്തോ കളവിന്, അങ്ങനെയല്ലല്ലോ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.